Today we are going to discuss factors influencing capital structure. Some of the major factors influencing capital structure are as follows. 1. Financial leverage or trading on equity. The word equity denotes the ownership of the company. Trading on equity means taking advantage of equity share capital to borrowed funds on reasonable basis. It refers to the additional profit that equity shares can earn because of funds raised by issuing other forms of securities such as preference shares and debentures. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് ക്യാപിറ്റൽ സ്ട്രക്ചറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഘടകങ്ങൾ ഏതെല്ലാമെന്നാണ്. ആദ്യത്തെ ഫാക്ടർ എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ ലിവറേജ് അല്ലെങ്കിൽ ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി ആകുന്നു. ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞിരുന്നാൽ ഒരു ക്യാപിറ്റൽ സ്ട്രക്ചറിൽ ഇക്വിറ്റി ക്യാപിറ്റലിനോടൊപ്പം തന്നെ പ്രിഫറൻസ് ഷെയറും ഡിബഞ്ചേഴ്സും കൊണ്ടുവരുന്നതിനെയാണ് ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി എന്ന് പറയുന്നത്. It is based on the premise that the rate of interest on borrowed capital and the rate of dividend on preference capital are lower than the general rate of company's earnings. The equity shareholders will get advantage in the form of additional profit. Thus, by adopting a judicious mix of long-term loans, that is debentures, and preference shares with equity shares, return on equity shares can be maximized. അപ്പോൾ ഇങ്ങനെ ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി എന്ന് പറയുന്ന കോൺസെപ്റ്റ് കൊണ്ടുവരുന്നത് കൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞിരുന്നാൽ, ഡിബഞ്ചറിനാണെങ്കിൽ ഫിക്സഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് നൽകേണ്ടി വരിക. നേരെ മറിച്ചിട്ട് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലിനാണെങ്കിൽ അതിന് നൽകിയിരിക്കുന്ന ആൾക്കാർക്ക് ഒരു ഫിക്സഡ് ഡിവിഡൻറ്റുമാണ് നൽകേണ്ടി വരിക. അപ്പോൾ കൂടുതൽ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്ന വർഷങ്ങളിൽ ഇത് കഴിഞ്ഞതിന് ശേഷം ബാക്കി വരുന്ന പ്രോഫിറ്റ് കംപ്ലീറ്റും ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കിട്ടും. അപ്പോൾ അവിടെ കൂടുതൽ ബെനിഫിറ്റ് ലഭിക്കുന്നത് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനാണ്. അപ്പോൾ ഇങ്ങനെ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് അഡ്വാൻറ്റേജ് ആകുന്ന തരത്തിൽ ഡിബഞ്ചറും പ്രിഫറൻസ് ഷെയറും ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിനോടൊപ്പം മിക്സ് ചെയ്യുന്ന പ്രോസസ്സാണ് ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി. അപ്പോൾ ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി എന്ന് പറയുന്ന ഫാക്ടർ ക്യാപിറ്റൽ സ്ട്രക്ചറിനെ എങ്ങനെ അഫക്റ്റ് ചെയ്യുമെന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി ഈസ് പോസിബിൾ അണ്ടർ ദി ഫോളോയിങ് കണ്ടീഷൻസ്. First condition, the rate of company's earnings is higher than the rate of interest on debentures and the rate of dividend on preference shares. ഒരു കമ്പനിയുടെ പ്രോഫിറ്റിൻ്റെ ശതമാനം എന്ന് പറയുന്നത് അത് കമ്പനി നൽകേണ്ടി വരുന്ന ഡിബഞ്ചർ ഹോൾഡേഴ്സിന് നൽകേണ്ടി വരുന്ന ഇൻട്രസ്റ്റിൻ്റെ റേറ്റിനേക്കാളും അതുപോലെ തന്നെ ഡിവിഡൻഡ് പ്രിഫറൻസ് ഷെയർസിന് നൽകേണ്ടി വരുന്ന പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് നൽകേണ്ടി വരുന്ന ഡിവിഡൻറ്റിൻ്റെ റേറ്റിനേക്കാളും കൂടുതലാണ് റേറ്റ് ഓഫ് ഏണിങ്സ് എങ്കിൽ പ്രോഫിറ്റ് എങ്കിൽ ആ കമ്പനിക്ക് കൂടുതൽ ഡിബഞ്ചറോ ഷെയർസോ പ്രിഫറൻസ് ഷെയർസോ ഇഷ്യൂ ചെയ്യുന്നതിന് ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. രണ്ടാമത്തെ കണ്ടീഷൻ, ദ കമ്പനീസ് ഏണിങ്സ് ആർ സ്റ്റേബിൾ ആൻഡ് റെഗുലർ ടു അഫോർഡ് പേയ്മെൻറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ്. അതായത് കമ്പനിയുടെ ഏണിങ്സ് സ്റ്റേബിൾ ആയിരിക്കണം. അത് കൂടുതൽ ഫ്ലക്ച്വേഷൻ ഉണ്ടാകാൻ പാടില്ല. ഒരു വർഷം വളരെ കൂടുതൽ ഏണിങ്സ് കിട്ടുന്ന, വരുമാനം കൂടുതലായിരിക്കുന്നു, ഒരു വർഷം വളരെ കുറച്ച് പ്രോഫിറ്റ് ഉള്ളൂ. അങ്ങനെയുള്ള അവസരങ്ങളിൽ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ ഡിബഞ്ചർ കൊണ്ടുവരുന്നത് അപകടകരമാണ്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏണിങ്സ് കുറവാകുന്ന വർഷങ്ങളിൽ ഇൻട്രസ്റ്റ് നൽകാനുള്ള ക്യാഷ് കമ്പനിയുടെ കയ്യിലില്ലാതെ വരാവുന്ന ഒരു റിസ്കി സിറ്റുവേഷൻ ഉണ്ടാകാം. അപ്പോൾ സ്റ്റേബിൾ ഏണിങ്സ് ഉള്ളൊരു കമ്പനിയാണെന്നുണ്ടെങ്കിൽ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ കൂടുതൽ ഡിബഞ്ചേഴ്സ് കൊണ്ടുവരാൻ സാധിക്കും. മൂന്നാമത്തെ കണ്ടീഷൻ, ദ കമ്പനി ഹാസ് സഫിഷ്യൻറ്റ് അസറ്റ്സ് വിച്ച് ക്യാൻ ബി യൂസ്ഡ് ആസ് സെക്യൂരിറ്റി ടു റേസ് ബോറോഡ് ഫണ്ട്സ്. കമ്പനിയുടെ കയ്യിൽ സഫിഷ്യൻറ്റ് അസറ്റ് ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ കമ്പനികൾക്ക് ബോറോഡ് ഫണ്ട്സ് ആയിട്ടുള്ള പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലും അതുപോലെ തന്നെ ഡെപ്റ്റ് ക്യാപിറ്റലും കൊണ്ടുവരുന്നതിന് ഈസി ആയിരിക്കും. കാര്യം അങ്ങനെ ഉള്ള കമ്പനികൾക്ക് ഈ തരത്തിൽ കടം നൽകുന്നതിന് ഇൻവെസ്റ്റേഴ്സ് തയ്യാറാകും. അപ്പോൾ ഈ തരത്തിലാണ് ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി എന്ന് പറയുന്നത് ക്യാപിറ്റൽ സ്ട്രക്ചറിനെ അഫക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞിരുന്നാൽ ജുഡീഷ്യസ് മിക്സ് ഓഫ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ആൻഡ് ഡിബഞ്ചേഴ്സ് എലോങ് വിത്ത് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഇൻ ദ മേക്കിംഗ് ഓഫ് ക്യാപിറ്റൽ സ്ട്രക്ചർ ഓഫ് എ കമ്പനി. അപ്പോൾ കൂടുതൽ ഏണിങ്സ് ഉള്ള സ്റ്റേബിൾ വരുമാനമുള്ള കമ്പനികളാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി വളരെ നല്ല രീതിയിൽ ഉപയോഗിച്ചുകൊണ്ട് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ
റേറ്റ് ഓഫ് റിട്ടേൺ ഇൻക്രീസ് ചെയ്യാൻ സാധിക്കും. നേരെ മറിച്ചിട്ട് സ്റ്റേബിൾ ആയിട്ടുള്ള റവന്യൂ ഇല്ലാത്ത ഒരു കമ്പനിയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ പ്രോഫിറ്റിൻ്റെ റേറ്റ് എന്ന് പറയുന്നത്, ശതമാനം എന്ന് പറയുന്നത് വളരെ കുറവായിട്ടുള്ള ഒരു റേറ്റുള്ളൊരു കമ്പനിയാണെന്നുണ്ടെങ്കിൽ, അങ്ങനെയുള്ള കമ്പനികൾക്ക് ഈ തരത്തിൽ ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി ക്യാപിറ്റൽ സ്ട്രക്ചർ കൊണ്ടുവരാൻ സാധിക്കില്ല. ആ രീതിയിലാണ് ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി ക്യാപിറ്റൽ സ്ട്രക്ചറിനെ സ്വാധീനിക്കുന്നത്. ഇനി ക്യാപിറ്റൽ സ്ട്രക്ചറിനെ സ്വാധീനിക്കുന്ന രണ്ടാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് എക്സ്പെക്റ്റഡ് ക്യാഷ് ഫ്ലോസ് ആണ്. Expected cash flows. Debentures and preference shares are often redeemable. That is, they are to be paid back after their maturity. The expected cash flows over the years must be sufficient to meet the interest liability on debentures every year and also to return the maturity amount at the end of the term of debentures. Thus, debentures are not suitable for those companies which are likely to have irregular cash flows ഇൻ ഫ്യൂച്ചർ. അപ്പോൾ എക്സ്പെക്റ്റഡ് ക്യാഷ് ഫ്ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് നല്ല റവന്യൂ ജനറേഷനാണ് ഉദ്ദേശിക്കുന്നത്, റവന്യൂയിലൂടെ ലഭിക്കുന്ന ക്യാഷ്. അപ്പോൾ അതിൻ്റെ ക്യാഷ് ഫ്ലോ എന്ന് പറയുന്നത് സ്റ്റേബിൾ ആയിട്ടുള്ളൊരു കമ്പനിയാണ്, അല്ലെങ്കിൽ വളരെ കൂടുതൽ ക്യാഷ് ഫ്ലോ വരുന്നൊരു കമ്പനിയാണെന്നുണ്ടെങ്കിൽ അവരുടെ ക്യാപിറ്റൽ അങ്ങനെയുള്ള കമ്പനികളുടെ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ ഡിബഞ്ചറും പ്രിഫറൻസ് ഷെയർസും കൂടുതൽ കൊണ്ടുവന്നാലും ദോഷം ഉണ്ടാവില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഡിബഞ്ചർ ആണെങ്കിലും പ്രിഫറൻസ് ഷെയർ ആണെങ്കിലും ഡെപ്റ്റ് ക്യാപിറ്റലാണ്. ഒരു പീരീഡ് കഴിയുമ്പോൾ, അതിന് മെച്യൂരിറ്റി പീരീഡ് എന്ന് പറയും, ആ പീരീഡ് കഴിയുമ്പോൾ ഈ ഡിബഞ്ചറും പ്രിഫറൻസ് ഷെയറും തിരിച്ച് നൽകേണ്ടതാണ്, അല്ലെങ്കിൽ ആ എമൗണ്ട് ഇൻവെസ്റ്റേഴ്സിന് തിരിച്ച് നൽകണം. കൂടാതെ എല്ലാ വർഷവും ഡിബഞ്ചറിന് ഇൻട്രസ്റ്റ് നൽകണം, ഡിബഞ്ചർ ഹോൾഡേഴ്സിന്, പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് നൽകേണ്ടതുണ്ട്. അപ്പോൾ ഇങ്ങനെ ക്യാഷ് പുറമേക്ക് പോകണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ, അതായത് ക്യാഷ് ഇവർക്ക് നൽകണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള ക്യാഷ് ഇൻഫ്ലോ ജനറേറ്റ് ചെയ്യാൻ കഴിവുള്ള കമ്പനി ആയിരിക്കണം. അപ്പോൾ നല്ല രീതിയിലുള്ള ക്യാഷ് ഇൻഫ്ലോ ഉള്ള കമ്പനിയാണെന്നുണ്ടെങ്കിൽ ആ തരം കമ്പനികൾക്ക് കൂടുതൽ ഡിബഞ്ചേഴ്സും പ്രിഫറൻസ് ഷെയറും ക്യാപിറ്റൽ സ്ട്രക്ചറിൽ കൊണ്ടുവരുന്നത് ബുദ്ധിമുട്ടായിരിക്കില്ല. നെക്സ്റ്റ്, സ്റ്റെബിലിറ്റി ഓഫ് സെയിൽസ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് മൂന്നാമത്തെ ഫാക്ടർ, സ്റ്റെബിലിറ്റി ഓഫ് സെയിൽസ്. Stability of sales turnover enhances the company's ability to pay interest on debentures. If sales are rising, the company can use more of debt capital as it would be in a position to pay interest. But if sales are unstable or declining, it would not be advisable to employ additional debt capital. അപ്പോൾ സെയിൽസ് ഇങ്ങനെ വർഷം തോറും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ കമ്പനിക്ക് ക്യാപിറ്റൽ ആവശ്യമായിട്ട് വരുമ്പോൾ അതെല്ലാം തന്നെ കടത്തിൻ്റെ രൂപത്തിൽ കൊണ്ടുവരാൻ, ഡിബഞ്ചറിൽ ഇഷ്യൂ ചെയ്തുകൊണ്ട് ക്യാപിറ്റൽ റേസ് ചെയ്യുന്നതിന്, ക്യാപിറ്റൽ കൊണ്ടുവരുന്നതിന് ബുദ്ധിമുട്ടുണ്ടാവില്ല. കാര്യം ഈ കൂടുതൽ കടമെടുത്ത് കഴിഞ്ഞിരുന്നാൽ അതിന് വർഷാവർഷം നൽകേണ്ട ഇൻട്രസ്റ്റ് നൽകുന്നതിന് ഈ വർദ്ധിച്ച സെയിൽസിലൂടെ ഉണ്ടാകുന്ന റവന്യൂയിലൂടെ കമ്പനിക്ക് ഈസി ആയിട്ട് മാനേജ് ചെയ്യാവുന്നുണ്ട്. നേരെ മറിച്ചിട്ട് സെയിൽസ് കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ക്യാപിറ്റൽ ഫോം ചെയ്യുമ്പോൾ ഡെപ്റ്റ് ഇഷ്യൂ ചെയ്യുന്നത് വളരെ കൂടുതൽ അപകടം ഉണ്ടാക്കും. കാരണം വർഷങ്ങളിൽ അവർക്ക് ഇൻട്രസ്റ്റ് നൽകാൻ കൂടി ക്യാഷ് ഇല്ലാത്ത അവസ്ഥയിലെത്തുകയും അതൊരു ലിക്വിഡിറ്റി പ്രോബ്ലമായി മാറുകയും ചെയ്യും. നാലാമത്തെ ഫാക്ടർ, കൺട്രോൾ ഓവർ ദി കമ്പനി. The control of a company is entrusted to the board of directors elected by equity shareholders. If the board of directors and the shareholders of a company wish to retain control over the company in their hands, they may not allow to issue further equity shares to the public. In such a case, more funds can be raised by issuing preference shares and debentures. So, കമ്പനിയുടെ യഥാർത്ഥ ഓണേഴ്സ് എന്ന് പറയുന്നത് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സാണ്. അവർ തിരഞ്ഞെടുക്കുന്ന ബോർഡ് ഓഫ് ഡയറക്ടേഴ്സാണ് കമ്പനിയെ കൺട്രോൾ ചെയ്യുന്നത്. കമ്പനിയുടെ ടോട്ടൽ കൺട്രോൾ എന്ന് പറയുന്ന ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ കയ്യിലാണ്. ഈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ യഥാർത്ഥത്തിൽ നിയന്ത്രിക്കുന്നത് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സാണ്. സോ കമ്പനിയുടെ കൺട്രോള് നഷ്ടപ്പെടാതിരിക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ എണ്ണം കുറവായിരിക്കണം. കൂടുതൽ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ കൊണ്ടുവരുമ്പോൾ കൂടുതൽ ഇക്വിറ്റി ഷെയർസ് പുറത്തു പോവുകയും പലരുടെ കയ്യിലേക്ക് വരികയും അതിലൂടെ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ അതിൽ തന്നെ ഏറ്റവും കൂടുതൽ ഷെയർ ഹോൾഡ് ചെയ്യുന്ന ആൾക്കാർക്കായിരിക്കും കൺട്രോൾ. അപ്പം കൺട്രോള് സ്വയമായിട്ട് കീപ്പ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളൊരു കമ്പനി ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ തരം കമ്പനികൾ കൂടുതൽ ഇക്വിറ്റി ക്യാപിറ്റൽ കൊണ്ടുവരാതെ മറ്റ് മാർഗങ്ങളിലൂടെ, അതായത് പ്രിഫറൻസ് ഷെയർസിലൂടെയും ഡിബഞ്ചേഴ്സിൻ്റെയും രൂപത്തിലായിരിക്കണം ക്യാപിറ്റൽ കൂടുതൽ കൊണ്ടുവരാൻ. ഇതാണ് കൺട്രോൾ ഓഫ് കമ്പനി. അഞ്ചാമത്തെ ഫാക്ടർ, ഫ്ലെക്സിബിലിറ്റി ഓഫ് ഫിനാൻഷ്യൽ സ്ട്രക്ചർ.
A good financial structure should be flexible enough to have scope of expansion or contraction of capitalization whenever the need arises. In order to bring flexibility, those securities should be issued which can be paid off after a number of years. Equity shares cannot be paid off during the lifetime of a company, but redeemable preference shares and debentures can be paid off whenever the company feels necessary. They provide elasticity in financial plan. ഫിനാൻഷ്യൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞിരുന്നാൽ കമ്പനിയുടെ ബാലൻസ് ഷീറ്റിലെ ടോട്ടൽ ലയബിലിറ്റിയാണ് ഫിനാൻഷ്യൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പം ഫിനാൻഷ്യൽ സ്ട്രക്ചറിൽ ഫ്ലെക്സിബിലിറ്റി ഉണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞിരുന്നാൽ കമ്പനിയുടെ ക്യാപിറ്റൽ ആവശ്യാനുസരണം വർദ്ധിപ്പിക്കാനും അതിൽ കൂടുതൽ ക്യാപിറ്റൽ ആവശ്യമില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിലുള്ള ക്യാപിറ്റൽ കുറയ്ക്കാനുമുള്ള ഒരു പോസിബിലിറ്റിയാണ് ഫ്ലെക്സിബിലിറ്റി ഓഫ് ഫിനാൻഷ്യൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇപ്പം ഇക്വിറ്റി ഷെയർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിരുന്നാൽ അത് ഓണേഴ്സിൻ്റെ ക്യാപിറ്റലാണ്. അപ്പോൾ അതിൽ ചേഞ്ചസ് വരുത്താനായിട്ട് ഈസി ആയിട്ട് സാധിക്കില്ല. നേരെ മറിച്ചിട്ട് റിഡീമബിൾ പ്രിഫറൻസ് ഷെയറും റിഡീമബിൾ ഡിബഞ്ചേഴ്സും ആണെന്നുണ്ടെങ്കിൽ അതിനൊരു പർട്ടിക്കുലർ കാലാവധിയുണ്ട്. കാലാവധി കഴിയുമ്പോൾ അത് നമുക്ക് കമ്പനിക്ക് അത് എൻ്റെ ഇൻവെസ്റ്റേഴ്സിന് തിരിച്ചു നൽകേണ്ടി വരും. അപ്പോൾ അതിലൂടെ കമ്പനിയുടെ ക്യാപിറ്റൽ കുറയുകയും അത് മൂലം ആ ഫിനാൻഷ്യൽ സ്ട്രക്ചറിൽ ഒരു ഫ്ലെക്സിബിലിറ്റി കൊണ്ടുവരാൻ സാധിക്കും. അതല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ വളരെ റിജിഡ് ആയിട്ടുള്ളൊരു ഫിനാൻഷ്യൽ സ്ട്രക്ചറാണെന്ന് പറയേണ്ടി വരും. ഇക്വിറ്റി ക്യാപിറ്റൽ മാത്രമാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ തരം ഫിനാൻഷ്യൽ സ്ട്രക്ചർ റിജിഡ് ക്യാപിറ്റൽ സ്ട്രക്ചർ ആയിരിക്കും. ആറാമത്തെ ഫാക്ടർ, കോസ്റ്റ് ഓഫ് ഫ്ലോട്ടിംഗ് ദ ക്യാപിറ്റൽ. കോസ്റ്റ് ഓഫ് റേസിംഗ് ഫിനാൻസ് by using various sources of finance should be estimated carefully to decide which of the alternative is the cheapest. Prevailing rate of interest, rate of return expected by the investors, and administrative expenses are the various factors which affect cost of financing. A cost of floating capital എന്ന് പറഞ്ഞു കഴിഞ്ഞിരുന്നാൽ ഓരോ തരത്തിലുള്ള സോഴ്സ് ഓഫ് ഫിനാൻസിൻ്റെയും കോസ്റ്റ്, അതുപോലെ തന്നെ ആ തരത്തിലുള്ള ക്യാപിറ്റൽ റൈസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കോസ്റ്റുകൾ. നമുക്കറിയാം ഇക്വിറ്റി ക്യാപിറ്റൽ എന്ന് പറയുന്നത് എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു ക്യാപിറ്റൽ, കമ്പനിയെ സംബന്ധിച്ചിടത്തോളം എക്സ്പെൻസീവ് ആയിട്ടുള്ള ക്യാപിറ്റലാണ് ഇക്വിറ്റി ക്യാപിറ്റൽ. അതേസമയം ഡിബഞ്ചർ എന്ന് പറയുമ്പോൾ അതിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് കുറവായിരിക്കും. അപ്പം ഓവറോളായിട്ട് കോസ്റ്റ് കുറയ്ക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇക്വിറ്റിയുടെ ഒപ്പം തന്നെ ഡിബഞ്ചറും കൂടി കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ടോട്ടൽ കോസ്റ്റ് നമുക്ക് മിനിമൈസ് ചെയ്യാൻ സാധിക്കും. Generally, cost of financing by issuing debentures and preference shares for a reputed company is low. ഒരു റെപ്യൂട്ടഡ് ആയിട്ടൊരു കമ്പനിയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഡിബഞ്ചറിൻ്റെയും പ്രിഫറൻസ് ഷെയർസിൻ്റെയും കോസ്റ്റ് വളരെ കുറച്ച് കൊണ്ടുവരാൻ സാധിക്കും. കാര്യം എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേബിളായിട്ടൊരു കമ്പനിയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇൻവെസ്റ്റേഴ്സ് കുറഞ്ഞ ഇൻട്രസ്റ്റ് റേറ്റിനും കുറഞ്ഞ റേറ്റ് ഓഫ് ഡിവിഡൻറ്റിനും ഈ തരം ഡിബഞ്ചറും പ്രിഫറൻസ് ഷെയറും ഇത്തരം കമ്പനികളിൽ നിന്ന് വാങ്ങാൻ താല്പര്യം കാണിക്കും. അതുകൊണ്ട് വലിയ കമ്പനികൾക്ക് അല്ലെങ്കിൽ സ്റ്റേബിൾ റിട്ടേൺ ഉള്ള കമ്പനികൾക്ക് ക്യാപിറ്റൽ ഡിബഞ്ചറിൻ്റെയും പ്രിഫറൻസ് ഷെയർസിൻ്റെയും ഫോമിൽ റേസ് ചെയ്യുന്നത് ഈസി ആയിരിക്കും. കാരണം അവിടെ കോസ്റ്റ് കുറവായിരിക്കും. ഇറ്റ് ഈസ് ഓൾസോ എസെൻഷ്യൽ ടു കൺസിഡർ ദ ഫ്ലോട്ടേഷൻ കോസ്റ്റ് ഇൻവോൾവ് ഇൻ ദി ഇഷ്യൂ ഓഫ് ഷെയർസ് ആൻഡ് ഡിബഞ്ചേഴ്സ് സച്ച് എസ് പ്രിൻറ്റിംഗ് ഓഫ് പ്രോസ്പെക്ടസ്, അഡ്വർടൈസ്മെൻറ്റ് എക്സെട്ര. ഇത് കൂടാതെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് കൂടാതെ കോസ്റ്റ് ഓഫ് ഫ്ലോട്ടേഷൻ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിരുന്നാൽ ഒരു ഷെയർ ആണെങ്കിൽ ഡിബഞ്ചർ ആണെങ്കിൽ അത് വിൽക്കുന്നതിന് വേണ്ടി വരുന്ന ചില ചാർജസ്, അതായത് അഡ്വർടൈസ്മെൻറ്റ് ചാർജസ്, ജനങ്ങളെ അറിയിക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ കമ്പനി ചെയ്യുന്നുണ്ട്, അപ്പോൾ അതിന് വാങ്ങുന്നതിന് വേണ്ടിയിട്ട് ജനങ്ങളെ പ്രേരിപ്പിക്കണം. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടുള്ള അഡ്വർടൈസ്മെൻറ്റ്, കമ്പനിയുടെ ഫിനാൻഷ്യൽ പൊസിഷൻ എന്താണെന്ന് ജനങ്ങളെ അറിയിക്കണം, അവരുടെ പ്രോഡക്ട്സും സർവീസും എന്താണെന്ന് അറിയിക്കണം. ഇതിനു വേണ്ടി കമ്പനിയെ കുറിച്ചിട്ടുണ്ടാക്കുന്ന ഒരു ബുക്ക്ലെറ്റിനെയാണ് പ്രോസ്പെക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ പ്രിൻ്റ് ചെയ്യാനുള്ള ചാർജസ് അഡീഷണൽ ആയിട്ട് വരും. ആ കോസ്റ്റിന് പറയുന്ന പേരാണ് ഫ്ലോട്ടേഷൻ കോസ്റ്റ്. അപ്പോൾ ഈ ക്യാപിറ്റൽ സ്ട്രക്ചർ ഫോം ചെയ്യുമ്പോൾ ഏത് തരം ക്യാപിറ്റലാണ് നമ്മൾ കൊണ്ടുവരേണ്ടതെന്നുള്ളത് ഈ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനെയും അതുപോലെ തന്നെ ഫ്ലോട്ടേഷൻ കോസ്റ്റിനെയും ഒക്കെ സ്വാധീനിച്ചുകൊണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് കോസ്റ്റ് ഓഫ് ഫ്ലോട്ടിംഗ് ദ ക്യാപിറ്റൽ വിൽ അഫക്റ്റ് ദി ക്യാപിറ്റൽ സ്ട്രക്ചർ ഓഫ് എ കമ്പനി എന്ന് പറയുന്നത്. ഏഴാമത്തെ ഫാക്ടർ, പീരീഡ് ഓഫ് ഫിനാൻസിങ്. വെൻ ഫണ്ട്സ് ആർ റിക്വയർഡ് ഫോർ പെർമനൻറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ എ കമ്പനി, ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഈസ് പ്രിഫേർഡ്. ബട്ട് വെൻ ഫണ്ട്സ് ആർ റിക്വയർഡ് ടു ഫിനാൻസ് ദ എക്സ്പാൻഷൻ പ്രോഗ്രാം ആൻഡ്
the management of the company feels that it will be able to redeem the funds within the lifetime of the company, it may issue redeemable preference shares and debentures. ഏഴാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് പീരീഡ് ഓഫ് ഫിനാൻസിങ് ആണ്. അതായത് എത്ര കാലത്തേക്കാണ് നമുക്ക് ക്യാപിറ്റൽ ആവശ്യമായിട്ട് വരുന്നത്. ഇതും ക്യാപിറ്റൽ സ്ട്രക്ചറിനെ സ്വാധീനിക്കുന്നതാണ്. കമ്പനി എത്ര കാലമുണ്ടോ ആ കാലഘട്ടമെല്ലാം പെർമനൻ്റ് ആയിട്ടും ആവശ്യമായിട്ടുള്ള ക്യാപിറ്റലാണെന്നുണ്ടെങ്കിൽ ആ തരം ക്യാപിറ്റൽ ഇക്വിറ്റി ഷെയർസിൻ്റെ രൂപത്തിൽ തന്നെ കൊണ്ടുവരേണ്ടതാകുന്നു. നേരെ മറിച്ചിട്ട് താൽക്കാലിക ആവശ്യത്തിന് കമ്പനിയുടെ എക്സ്പാൻഷൻ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പെട്ടെന്നുള്ള ആവശ്യങ്ങൾക്ക്, ടെമ്പററി ആയിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ക്യാപിറ്റലാണെന്നുണ്ടെങ്കിൽ അതെല്ലാം തന്നെ ഡെപ്റ്റ് ക്യാപിറ്റലായിട്ട് കൊണ്ടുവരുന്നതായിരിക്കും നല്ലത്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞിരുന്നാൽ ആ ടെമ്പററി ക്യാപിറ്റൽ നമ്മുടെ ആവശ്യം കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ആ ഇൻവെസ്റ്റേഴ്സിന്, അതായത് ഡിബഞ്ചർ ഹോൾഡേഴ്സിന് അല്ലെങ്കിൽ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് തിരിച്ചു നൽകാൻ സാധിക്കുന്നതാണ്. അപ്പോൾ പീരീഡ് ഓഫ് ഫിനാൻസിങ് ആണ് ക്യാപിറ്റൽ സ്ട്രക്ചറിനെ സ്വാധീനിക്കുന്ന ഏഴാമത്തെ ഘടകം. അടുത്ത ഫാക്ടർ മാർക്കറ്റ് കണ്ടീഷൻ. ദ കണ്ടീഷൻസ് പ്രിവെയിലിംഗ് ഇൻ ദ ക്യാപിറ്റൽ മാർക്കറ്റ് ഇൻഫ്ലുവൻസ് ദ ഡിറ്റർമിനേഷൻ ഓഫ് securities to be issued. For instance, during depression, people do not like to take risk and so are not interested in equity shares. But during boom, investors are ready to take risk and invest in equity shares. Therefore, debentures and preference shares which carry a fixed rate of return may be marketed more easily during the period of low activity. മാർക്കറ്റ് കണ്ടീഷനാണ് മറ്റൊരു ഘടകം എന്ന് പറഞ്ഞത്. മാർക്കറ്റ് കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാപിറ്റൽ മാർക്കറ്റിൻ്റെ സിറ്റുവേഷൻ. ക്യാപിറ്റൽ മാർക്കറ്റിൽ വളരെ കൂടുതൽ ആക്ടിവിറ്റീസ് കുറഞ്ഞിരിക്കുന്ന സമയമാണ്. ഫോർ എക്സാമ്പിൾ അൺസർട്ടൺ പീരീഡ് ലൈക്ക് ദീസ് പീരീഡ്സ്. ഇപ്പോൾ ഈ കോവിഡ് ലോക്ക്ഡൗൺ എന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോഴും വളരെ കൂടുതൽ അൺസർട്ടൻറ്റി ഉണ്ട്, റിസ്ക് കൂടുതലാണ്. അങ്ങനെ റിസ്ക്കി ആയിട്ടുള്ള സമയം, അതല്ലെങ്കിൽ ഡിപ്രഷനുള്ളൊരു സമയം, ബിസിനസ്സൊക്കെ എല്ലാം ലോസായിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണെങ്കിൽ ഇൻവെസ്റ്റേഴ്സ് കൂടുതൽ റിസ്ക് എടുക്കാൻ താല്പര്യപ്പെടില്ല. ഇൻവെസ്റ്റേഴ്സിന് വളരെ കൂടുതൽ റിസ്ക് ഉള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റാണ് ഇക്വിറ്റി ഷെയർസ് എന്ന് പറയുന്നത് ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ഒരു ലോ ആക്ടിവിറ്റി പീരീഡ് ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ കമ്പനിക്ക് ക്യാപിറ്റൽ ഇക്വിറ്റി ഷെയർസ് വിറ്റുകൊണ്ട് ക്യാപിറ്റൽ റൈസ് ചെയ്യുക വളരെ ഡിഫിക്കൽട്ടായിരിക്കും. അതേ സമയത്ത് ആൾക്കാർ കൂടുതൽ പ്രിഫർ ചെയ്യുക ഡിബഞ്ചേഴ്സും പ്രിഫറൻസ് ഷെയർസും ആയിരിക്കും. നേരെ മറിച്ചിട്ട് ഒരു ബൂം പീരീഡ് ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ കമ്പനികൾ ക്യാപിറ്റൽ ഈസി ആയിട്ട് ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്തുകൊണ്ട് റേസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ മാർക്കറ്റ് കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൂം പീരീഡ് ആണോ അതല്ലെങ്കിൽ ഡിപ്രഷൻ ആണോ എന്നുള്ളതാണ്. ഡിപ്രഷൻ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നത് ഡിഫിക്കൽട്ടായിരിക്കും. നേരെ മറിച്ചിട്ട് കൂടുതൽ ക്യാപിറ്റൽ റേസ് ചെയ്യാൻ സാധിക്കുക ഡിബഞ്ചറിൻ്റെയും പ്രിഫറൻസ് ഷെയർസിൻ്റെയും രൂപത്തിലായിരിക്കും. ഒമ്പതാമത്തെ ഫാക്ടർ ടൈപ്സ് ഓഫ് ഇൻവെസ്റ്റേഴ്സ്. ദ ക്യാപിറ്റൽ സ്ട്രക്ചർ ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ദി likings of potential investors. Equity shares are issued to attract the people who can take the risk of investment in the company. Debentures and preference shares are issued to attract those people who prefer safety of investment and certainty of return on investment. അപ്പോൾ ഏത് തരം ഇൻവെസ്റ്ററാണ് എന്നുള്ളതാണ് ക്യാപിറ്റൽ സ്ട്രക്ചറിനെ ബാധിക്കുന്ന ഒൻപതാമത്തെ ഘടകം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ റിസ്ക് ഉള്ളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് അവന്യൂ എന്ന് പറയുന്നത് ഇക്വിറ്റി ഷെയർസാണ്. നേരെ മറിച്ചിട്ട് ഫിക്സഡ് ആയിട്ടുള്ളൊരു ഇൻകം ലഭിക്കണമെന്ന് താല്പര്യമുള്ള ഇൻവെസ്റ്റർ ആണെങ്കിൽ അവർ കൂടുതലും ഡിബഞ്ചേഴ്സോ പ്രിഫറൻസ് ഷെയർസിലോ നിക്ഷേപിക്കാനായിരിക്കും താല്പര്യമെടുക്കുക. അപ്പോൾ ഇവരുടെ നിക്ഷേപമാണ് കമ്പനിയുടെ ക്യാപിറ്റലായിട്ട് വരുന്നത്. അപ്പോൾ കൂടുതലും റിസ്ക് എടുക്കുന്ന തരത്തിലുള്ള ഇൻവെസ്റ്റേഴ്സ് ഉള്ളൊരു രാജ്യമാണ് അല്ലെങ്കിൽ ഒരു സ്ഥലമാണെന്നുണ്ടെങ്കിൽ അവിടെ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ ഇക്വിറ്റി ഷെയർസ് കൂടുതൽ കൊണ്ടുവന്നിരുന്നത് ഈസി ആയിരിക്കും. നേരെ മറിച്ച് റിസ്ക് എടുക്കുന്നതിനോട് വലിയ താല്പര്യമില്ലാത്ത ഇൻവെസ്റ്റേഴ്സ് ആണെങ്കിൽ ആ സാഹചര്യത്തിൽ കൂടുതൽ ക്യാപിറ്റലും ഡിബഞ്ചറിൻ്റെയും പ്രിഫറൻസ് ഷെയർസിൻ്റെയും രൂപത്തിൽ ഫോം ചെയ്യുന്നതായിരിക്കും ഈസി. ലാസ്റ്റ് ഫാക്ടർ ലീഗൽ റിക്വയർമെൻറ്റ്സ്. ദ ക്യാപിറ്റൽ സ്ട്രക്ചർ ഓഫ് എ കമ്പനി ഈസ് ഓൾസോ ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ സ്റ്റാറ്റ്യൂട്ടറി റിക്വയർമെൻറ്റ്സ്. For instance, banking companies have been prohibited by Banking Regulation Act to issue any type of securities except equity shares. അടുത്ത ഫാക്ടർ ക്യാപിറ്റൽ സ്ട്രക്ചറിനെ ബാധിക്കുന്ന ഫാക്ടർ എന്ന് പറയുന്നത് ലീഗൽ റിക്വയർമെൻ്റ് ആണ്, അല്ലെങ്കിൽ സ്റ്റാറ്റ്യൂട്ടറി റിക്വയർമെൻറ്റ്സ് എന്ന് പറയുന്നത് നിയമപരമായിട്ടുള്ള
റിക്വയർമെൻറ്റ്. അപ്പോൾ ചില കമ്പനികളുടെ കാര്യത്തിൽ ഇത്ര ശതമാനം മാത്രം, ക്യാപിറ്റലിന് ഇത്ര ശതമാനം മാത്രമേ ഇക്വിറ്റി ഷെയർസ് ആകാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഇത്ര ശതമാനം മാത്രമേ ഡിബഞ്ചർ കൊണ്ടുവരാൻ പാടുള്ളൂ എന്നൊക്കെയുള്ള നിയമങ്ങളുള്ള സമയത്ത് അതനുസരിച്ചിട്ട് മാത്രമേ ക്യാപിറ്റൽ ഫോം ചെയ്യാനും അല്ലെങ്കിൽ ക്യാപിറ്റൽ സ്ട്രക്ചർ ബിൽഡ് ചെയ്യാനും സാധിക്കുകയുള്ളൂ. ഉദാഹരണമായിട്ട് ബാങ്കിങ് കമ്പനിയുടെ കാര്യത്തിൽ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് അനുസരിച്ചിട്ട് ബാങ്കുകളുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഇക്വിറ്റി ഷെയർസിൻ്റെ രൂപത്തിൽ മാത്രമേ ഫോം ചെയ്യാൻ പാടുള്ളൂ. അല്ലാതെ മറ്റു തരത്തിലുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് അല്ലെങ്കിൽ സെക്യൂരിറ്റീസ് ഒന്നും തന്നെ ഇഷ്യൂ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ അവിടെ ക്യാപിറ്റൽ സ്ട്രക്ചറിനെ, ബാങ്കിൻ്റെ കാര്യത്തിൽ ക്യാപിറ്റൽ സ്ട്രക്ചറിനെ സ്വാധീനിക്കുന്ന ഘടകം എന്ന് പറയുന്നത് ലീഗൽ റിക്വയർമെൻ്റാണ്. സോ ഇതാണ് 10 factors that affect capital structure. Hope you understood the topic. Let us conclude for today. Thank you.